വർഷം 2000. അർജന്റീനയിലെ ദാരിദ്ര്യത്തിൽ നിന്ന് സ്പെയിനിലെ മഹാനഗരമായ ബാഴ്സലോണയിലേക്ക് ലയണൽ മെസ്സിയും കുടുംബവും ഒരു വലിയ ഭാഗ്യപരീക്ഷണത്തിനായി പറന്നുയർന്നു. വളർച്ചാ ഹോർമോൺ കുറവ് GHD എന്ന രോഗം കാരണം തകർന്നുപോയേക്കാവുന്ന ഒരു സ്വപ്നം അവസാനത്തെ പ്രതീക്ഷയുടെ ചിറകിലേറി യാത്ര ചെയ്യുകയായിരുന്നു. ബാഴ്സലോണയിലെത്തിയ ലിയോ കാർലസ് റെക്സാച്ചിന്റെ മുന്നിൽ ട്രയൽസിൽ പങ്കെടുത്തു. റൊസാരിയോയിൽ അവൻ കാട്ടിയ പതിവ് മായാജാലം യൂറോപ്പിലെ കളിക്കളത്തിലും ആവർത്തിച്ചു. പന്ത് അവന്റെ കാൽക്കീഴിൽ ഒട്ടിപ്പിടിച്ചു നീങ്ങുന്നതും അവൻ അതിവേഗം പ്രതിരോധനിരയെ മറികടക്കുന്നതും കണ്ട റെക്സാച്ച് അമ്പരന്നുപോയി. അദ്ദേഹത്തിന് ഒരു നിമിഷം പോലും മറുത്തൊന്ന് ചിന്തിക്കേണ്ടി വന്നില്ല. എന്നാൽ കരാർ ഒപ്പിടുന്ന കാര്യത്തിൽ ചില ഉദ്യോഗസ്ഥർക്ക് സംശയമുണ്ടായിരുന്നു. ഇത്രയും ഭീമമായ ചികിത്സാ ചെലവുള്ള തീരെ ചെറിയൊരു കുട്ടിയെ ടീമിലെടുക്കുന്നതിൽ അവർക്ക് മടിയുണ്ടായി. കാലതാമസമുണ്ടാകുന്നത് ലിയോയെ നഷ്ടപ്പെടാൻ കാരണമായേക്കാം എന്ന് റെക്സാച്ച് ഭയന്നു. മെസ്സിയെപ്പോലെ ഒരു പ്രതിഭയെ നഷ്ടപ്പെടുത്തുന്നത് ബാഴ്സലോണയ്ക്ക് താങ്ങാനാവില്ലെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. ലിയോയുടെ അച്ഛൻ ജോർജ് മെസ്സിയാകട്ടെ ഓരോ നിമിഷവും അസ്വസ്ഥനായിരുന്നു. ഈ കരാർ ഒപ്പിട്ടില്ലെങ്കിൽ തന്റെ മകന്റെ ചികിത്സ വീണ്ടും നിലച്ചുപോകും. അവന്റെ സ്വപ്നം എന്നേക്കുമായി തകരും. ലിയോയെ നഷ്ടപ്പെടാൻ റെക്സാച്ചിന് മനസ്സിലായിരുന്നു. ആ കുട്ടിയുടെ പ്രതിഭ ലോക ഫുട്ബോളിനെ മാറ്റിമറിക്കുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ഉടൻ തന്നെ കരാർ ഒപ്പിട്ടേ പറ്റൂ. അവർ അന്നിരുന്നത് ഒരു റെസ്റ്റോറന്റിലായിരുന്നു. ക്ലബിന്റെ ഔദ്യോഗിക പേപ്പറുകളോ കരാർ രേഖകളോ അവിടെ ഉണ്ടായിരുന്നില്ല. റെക്സാച്ച് ഒരു ധീരമായ തീരുമാനമെടുത്തു. ലോകം ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ആ നിമിഷം. തന്റെ മുന്നിലിരുന്ന ഒരു സാധാരണ നാപ്കിൻ പേപ്പർ വലിച്ചെടുത്ത് അദ്ദേഹം അതിൽ ലിയോ മെസ്സിയുമായി ബാഴ്സലോണ കരാർ ഒപ്പിടുന്നതിനുള്ള വ്യവസ്ഥകൾ എഴുതിച്ചേർത്തു. ലോകത്തിലെ ഏറ്റവും വലിയ ക്ലബ്ബുകളിലൊന്ന് ഒരു സാധാരണ നാപ്കിൻ പേപ്പറിൽ ഒരു 13 വയസ്സുകാരനുമായി ചരിത്രപരമായ ഒരു കരാർ ഒപ്പിട്ടു. ആ നാപ്കിൻ പേപ്പർ റൊസാരിയോയിലെ ദാരിദ്ര്യത്തിൽ നിന്നും സ്പെയിനിലെ സ്വപ്നങ്ങളിലേക്കുള്ള ഒരു പാലമായി മാറി. ആ കരാറിൽ കാർലസ് റെക്സാച്ചും മറ്റ് ക്ലബ്ബ് പ്രതിനിധികളും ഒപ്പിട്ടു. ആ ഒരു ഒപ്പിട്ടതിലൂടെ ലിയോയുടെ ഫുട്ബോൾ ഭാവി സുരക്ഷിതമായി. അവന്റെ വളർച്ചാ ഹോർമോൺ ചികിത്സയുടെ മുഴുവൻ ചെലവും വഹിക്കാമെന്ന് ബാഴ്സലോണ ഉറപ്പു നൽകി. റൊസാരിയോയിലെ പ്രതിസന്ധിയുടെയും ദാരിദ്ര്യത്തിന്റെയും നാളുകൾക്ക് അവിടെ വിരാമമായി. ആ നാപ്കിൻ പേപ്പർ ഒരു കുട്ടിയുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ലോകം കണ്ട ഏറ്റവും വലിയ ചൂതുകളിയുടെ രേഖയായി മാറി. ഇനി ലിയോക്ക് തിരിഞ്ഞു നോക്കേണ്ടതില്ല. അവനെ കാത്തിരിക്കുന്നത് ചികിത്സയും യൂറോപ്പിലെ ഏറ്റവും മികച്ച യൂത്ത് അക്കാദമിയായ ലാ മാസിയയിലെ പരിശീലനവുമാണ്. ആ 13 വയസ്സുകാരൻ ഒരു പുതിയ യുഗത്തിലേക്ക് കാലെടുത്തു വയ്ക്കുകയായിരുന്നു. ചികിത്സയുടെ ഭാരമൊഴിഞ്ഞ ലിയോ യൂറോപ്പിലെത്തി. എങ്കിലും ലാമാസിയയിലെ ആദ്യ നാളുകൾ അവന് ഏകാന്തതയുടേതായിരുന്നു. പുതിയ ഭാഷ, പുതിയ ലോകം. എങ്കിലും അവന്റെ കാലുകൾ സംസാരിച്ചു. ലാമാസിയ എങ്ങനെയാണ് മെസ്സിയെ രൂപപ്പെടുത്തിയത്? അടുത്തറിയാം.